പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ കർത്താവിന്റെ വചനത്തിന്റെ മുമ്പാകെ നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായി 2 തീമോത്തിയോസ് 4-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കാം. 2 Timothy chapter 4 verses 10 and 11. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ക്രേസ്കേസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്യയ്ക്കും പോയി. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. ദൈവജനമേ, വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ഇറ്റ്സ് എ യുണീക്ക് ബുക്ക്. ഒന്നിനോടും താരതമ്യം ചെയ്യുവാൻ കഴിയാത്ത ഒരു പുസ്തകമാണ് കർത്താവിന്റെ തിരുവചനത്തിന്റെ സമാഹാരമായ ഈ വിശുദ്ധ വേദപുസ്തകം. ലോകത്തിലുള്ള മറ്റൊരു പുസ്തകങ്ങളോടും ഇതിനെ തുലനം ചെയ്യാൻ തക്കവണ്ണം പറ്റത്തില്ല. നമുക്ക് വേണ്ടതെല്ലാം ഇതൊരു സമീകൃതമായ പുസ്തകമാണ്. നമ്മുടെ സമീകൃത ആഹാരം എന്ന് പറയുന്നത് പോലെ ഇതൊരു സമീകൃതമായ ദൈവവചന സമാഹാരമാണ്. നമുക്ക് വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, നമുക്ക് വേണ്ടതൊക്കെ അതിലുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് അന്വേഷിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് സീക്ക് യു ഔട്ട് ഓഫ് ദ ബുക്ക് ഓഫ് യാഹവേ. യഹോവയുടെ പുസ്തകത്തിൽ seek you out of the book of the Lord and we will have everything we need. നമുക്ക് വേണ്ടതൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ പലപ്പോഴും ഈ പുസ്തകം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഈ തിരുവചനം നാം പഠിക്കുന്നുണ്ടെങ്കിലും അതിനു വേണ്ടുന്നക്കവണ്ണം പ്രയോജനം ഉണ്ടാകാത്തതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ നാം അതിനെ എടുക്കുന്ന സ്പിരിറ്റാണ്. വാട്ട് വേ വി ആർ ടേക്കിംഗ് ദാറ്റ് വേർഡ്. ഇതിലെ വചനമെല്ലാം പിശാചിനറിയാം. പിശാച് എടുത്തിരിക്കുന്നത് മറ്റൊരു രീതിയിലാണ് വചനം എടുത്തിരിക്കുന്നത്, അല്ലേ? ഈ ലോകത്തിൽ അനേകർ ഈ വചനം പഠിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വിദ്യാഭ്യാസ യോഗ്യതകൾ നേടുന്നുണ്ട്. ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് പാട്ടുകൾ എഴുതുന്നുണ്ട്, പ്രബന്ധങ്ങൾ അവർ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഓരോരുത്തരുടെയും ജീവിതം നോക്കുമ്പോൾ വ്യത്യസ്തമാണ്. എല്ലാവരും യേശുവിനെ പോലെ ആവുന്നില്ല. എല്ലാവരും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ആവുന്നില്ല. അതാ ഞാൻ ആദ്യം ഉദാഹരണം തന്നെ. പിശാച് ഈ വചനത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചത്. അതിന്റെ അർത്ഥം പിശാചിന് അറിയാം വചനങ്ങളല്ല. കാരണം വചനം അറിയാത്ത ഒരാൾക്ക് നമ്മളോട് വചനം പറഞ്ഞ് തർക്കിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്താ പിശാച് ദൈവഹിതപ്രകാരമാകാത്തത്? ദൈവത്തിന്റെ സ്വഭാവം എന്താണ് അവനിൽ വരാത്തത്? എന്തുകൊണ്ടാണ് വചനം അറിയാമെന്ന പിശാച് ദൈവത്തിന്റെ ശത്രുവായി മാറിയത്? അതിന്റെ അർത്ഥം ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം കേൾക്കുന്നതും അതിനെ സ്വീകരിക്കുന്നതും അതിനെ മനസ്സിലാക്കുന്നതും അതിനെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലായിരിക്കണം. ഹല്ലേലൂയ. അതല്ലെങ്കിൽ എന്തു പറ്റുമെന്നറിയാമോ? കർത്താവ് എഴുതിയ അർത്ഥമായിരിക്കുകയില്ല നാം മനസ്സിലാക്കുന്ന അർത്ഥങ്ങൾ. നമുക്കറിയാം, നമ്മൾ എഴുതുന്ന എഴുത്തുകളായിക്കൊള്ളട്ടെ, നമ്മൾ പറയുന്ന വാക്കുകളായിക്കൊള്ളട്ടെ, 4 പേരോട് പറയുകയാണെങ്കിൽ ഒരു പക്ഷെ അവർ 4 രീതിയിലാണ് അത് ഏറ്റെടുക്കുന്നത്, 4 രീതിയിലാണ് അത് വായിക്കുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ 4 രീതിയിൽ അത് എടുക്കുന്നത് കൊണ്ടാണ്. അപ്പൊ കർത്താവ് പറഞ്ഞത് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ ആത്മാവിനാൽ നാം അതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. ഇവിടെ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വചനഭാഗം എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പിന്റെ വചനമാണ്. അതുപോലെ തന്നെ അതൊരു പ്രത്യാശയുടെ വചനമാണ്. ഇറ്റ്സ് എ വേർഡ് ഓഫ് വാർണിംഗ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ വേർഡ് ഓഫ് ഹോപ്പ്. അനേകർക്ക് ഇതൊരു വാർണിംഗ് ആണ്. എന്നാൽ അതേസമയം
ചിലർക്ക് അതൊരു പ്രത്യാശയുടെ വചനമാണ്, മടങ്ങി വരവിന്റെ വചനമാണ്, ബലപ്പെടുത്തുന്ന വചനമാണ്, കംഫർട്ട് ചെയ്യുന്ന വചനമാണ്. വളരെ ഭാരത്തോടെ കർത്താവിന്റെ ദാസനായ പൗലോസ് തന്റെ കൂട്ടുവേലക്കാരനായ തീമോത്തിക്ക് എഴുതുകയാണ് റോമൻ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട്. സെക്കൻഡ് തീമോത്തി എന്ന് പറയുന്ന, ബുക്ക് ഓഫ് സെക്കൻഡ് തീമോത്തി എന്ന് പറയുന്നത് കൺസിഡർഡ് ടു ബി ദ ലാസ്റ്റ് ലെറ്റർ ഫ്രം പോൾ. പൗലോസ് എഴുതിയ ഏറ്റവും അവസാനത്തെ ലേഖനമായിട്ടാണ് ഈ ലേഖനത്തെ കണക്കാക്കപ്പെടുന്നത്. തന്റെ മരണത്തോടനുബന്ധിച്ച ഒരുപക്ഷെ ആഴ്ചകളിലോ മാസങ്ങളിലോ അടുത്ത സമയത്തായിരിക്കാം ദൈവദാസൻ ഇത് എഴുതിയത്. വളരെ ഭാരത്തോടെ എഴുതിയ ഒരു വചനമായി ഇപ്പൊ ഇന്ന് നമ്മൾ വായിച്ചത്. എന്താണെന്നറിയാമോ? ഭാരത്തോടെ എഴുതിയത് തന്നോട് കൂടെ ഇത്ര നാളും ഉണ്ടായിരുന്ന, തന്റെ കൂട്ട് വേലക്കാരനായിരുന്ന ഫിലേമോന്റെ ലേഖനം ഫിലേമോൻ എഴുതിയ ലേഖനം 1:24 കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലും ഒക്കെ ദേമാസിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഫിലേമോൻ എഴുതിയ ലേഖനത്തിൽ എന്റെ കൂട്ടുവേലക്കാരൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. He was a co-worker. Demas was a co-worker. കൂടെ വേല ചെയ്തിരുന്നയാളാണ്. ആ ആളാണ് ഈ അവസാന സമയമായപ്പോൾ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തന്നെ വിട്ട്, അല്ലെങ്കിൽ ശുശ്രൂഷയെ വിട്ട്, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയെ വിട്ട്, അവിടെ എഴുതി വെക്കുന്ന എന്ത് വായിച്ചു നോക്കിയ, ദേമാസ് ഈ ലോകത്തെ കാരണം പറയുന്നുണ്ട് അവിടെ. The reason is mentioned there. എന്താ? ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് അവൻ ശുശ്രൂഷ വിട്ടുപോയത് ആർക്ക് എഴുതുന്നത്? തീമോത്തിക്ക് എഴുതുകയാണ്. അപ്പൊ നമ്മൾ ഭാവനയിൽ ഒന്ന് കണ്ടേ, തീമോത്തി ഈ ലെറ്റർ വായിക്കുമ്പോൾ തീമോത്തിക്ക് ഉണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കും? തീമോത്തി വുഡ് ഹാവ് ബീൻ ഷോക്ക്ഡ്. തീമോത്തി ഞെട്ടിപ്പോയി കാണും അല്ലേ? തീമോത്തിയോട് പൗലോസ് എഴുതി കൊടുക്കുക, ലേഖനത്തിൽ ലെറ്റർ എഴുതുകയാണ്. തീമോത്തി, നിനക്കറിയാമോ, നമ്മുടെ ദേമാസ് എന്നെ വിട്ടിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. അവൻ ശുശ്രൂഷ വേണ്ട എന്ന് പറഞ്ഞ് തെസ്സലോനിക്കയിലേക്ക് പോയി. മറ്റേതെങ്കിലും കാരണത്തിനു വേണ്ടിയാണ് പോയിരുന്നതെങ്കിൽ ഈ വാക്യത്തിൽ ഇങ്ങനെ വരത്തില്ലായിരുന്നു. ഈ ലോകത്തെ സ്നേഹിച്ച് അവൻ പോയി എന്ന് അപ്പോസ്തലൻ എഴുതത്തില്ലായിരുന്നു. ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകത്തില്ല സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ. ഒന്ന് ഓർത്ത് നോക്കിയേ, കുറെ വർഷങ്ങൾ കൊണ്ട് ശുശ്രൂഷയിൽ ഒന്നിച്ചു നിന്ന്, ഇപ്പൊ നമ്മുടെ ചർച്ചിന്റെ എൽഡേഴ്സ് ആണെന്ന് കരുതിക്കോ, ഒത്തിരി നാൾ കൊണ്ട് ശുശ്രൂഷയിൽ ഒന്നിച്ചു നിന്നിരുന്ന ഒരു എൽഡർ അല്ലെങ്കിൽ വൺ ഓഫ് ദി ലീഡേഴ്സ് ഓഫ് ദ ചർച്ച് ഒരു ദിവസം പറയുക, എനിക്കിതൊന്നും വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ഞാൻ വിട്ടുപോവാ. ഇറ്റ് വിൽ ബി എ ഷോക്ക്. അതിനേക്കാൾ വലിയ ഷോക്കാണ് പൗലോസിനോട് കൂടെ നടന്നവനാണ് ദീമാസ്. പൗലോസിന്റെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി കൊടുത്തത് അവൻ കണ്ടതാ. പൗലോസിന്റെ ത്യാഗം കണ്ടത്. ഈ ലേഖനം എഴുതുന്നത് ഏതാണ്ട് 66-67 കാലഘട്ടത്തിലാണ്. അതായത് ഞാൻ പറഞ്ഞതുപോലെ പൗലോസിന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിലാണ്. ഒരുപക്ഷെ അവസാനത്തെ 1-2 ആഴ്ചകളിലോ 1-2-3 മാസങ്ങൾക്കുള്ളിൽ എഴുതിയതാണെന്ന ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പൗലോസിന്റെ ജീവിതം മുഴുവനും, ശുശ്രൂഷയുടെ കാലഘട്ടം മുഴുവനും കണ്ടവനാണ് ദീമാസ്. ഒരുപക്ഷെ പൗലോസ് അനുഭവിച്ച ത്യാഗങ്ങൾ, അവൻ കടന്നുപോയ വേദനകൾ, ദൈവത്തോടുള്ള, കർത്താവിനോടുള്ള പൗലോസിന്റെ അദമ്യമായ അനന്തമായ സ്നേഹം, ഇതൊക്കെ ഗ്രഹിച്ച ഒരു മനുഷ്യൻ തെസ്സലോനിക്കയിലേക്ക് പോയി. തെസ്സലോനിക്കയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ തെസ്സലോനിക്ക എന്ന് പറയുന്നത് ഒരു റോമൻ പ്രവിശ്യയുടെ, അന്നത്തെ റോമൻ പ്രവിശ്യയുടെ തലസ്ഥാന നഗരിയായിരുന്നു, വാണിജ്യ കേന്ദ്രമായിരുന്നു. അത് മാത്രമല്ല, വലിയ സാംസ്കാരിക പ്രബുദ്ധതയുള്ള ഒരു രാജ്യം, ഒരു സ്ഥലമായിരുന്നു അത്. ഇന്നത്തെ വലിയൊരു സിറ്റി എന്ന് വേണമെങ്കിൽ അത് പറയാം. ഈ ലോകത്തിന്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ദൈവദാസനെ തന്നിലേക്ക് വലിച്ചടുപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ലോകത്തിന്റെ ശക്തിയെ ഒന്ന് മനസ്സിലാക്കി നോക്കി. അവിടെ ഇത്ര തീഷ്ണതയോടുകൂടി അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ നമ്മൾ വിചാരിക്കും, ഹൗ ക്യാൻ ഇറ്റ് ബി? ഇതെങ്ങനെ സംഭവിക്കാൻ പറ്റും? പൗലോസിനോട് കൂടെ നടന്നവൻ ശുശ്രൂഷ വിട്ടുപോയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കർത്താവിനെ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ലോകത്തെ കർത്താവിനേക്കാൾ അധികം ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ജൂദാസിന്റെ കാര്യം ഓർത്താൽ മതി. യേശുവിനോട് കൂടെ നടന്ന ജൂദാസ് യേശുവിനെ വിട്ടുപോയില്ലേ? അവൻ ഈ ലോകത്തെ സ്നേഹിച്ചില്ലേ? അവൻ പണത്തെ സ്നേഹിച്ചില്ലേ? സാക്ഷാൽ ദൈവപുത്രനോട് കൂടെ നടന്നവൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവരുടെ ഒക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ തുടക്കം നന്നായിരുന്നു കേട്ടോ.
വചനം അറിയാഞ്ഞിട്ടല്ല, വചനം പഠിക്കാഞ്ഞിട്ടല്ല, വചനം ഗ്രഹിക്കാഞ്ഞിട്ടല്ല, കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാഞ്ഞിട്ടല്ല. പക്ഷേ അവര് ലോകത്തിന്റെ മുമ്പിൽ വീണുപോയി. ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ലത്. ഇറ്റ് മൈറ്റ് ഹാവ് ടേക്കൺ ഇയേഴ്സ്. ഞാൻ ചിന്തിക്കുന്നത് അനേക വർഷങ്ങൾ എടുത്തു കാണും ഒരു പക്ഷേ ദീമാസ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ. ഹൃദയത്തിന്റെ ഉള്ളിൽ അവൻ രഹസ്യമായി താലോലിച്ചു കൊണ്ടിരിക്കുക. ഒരു പക്ഷെ തെസ്സലോനിക്കയിൽ ദേമാസിന്റെ മറ്റു കൂട്ടുകാരുണ്ടായിരുന്നിരിക്കാം. അവർ ഒരുപക്ഷെ ദേമാസിനെ വിളിച്ചുകൊണ്ടിരുന്നിരിക്കാം, നമുക്കറിയില്ല. തൻ്റെ കൂടെ പഠിച്ചവരുണ്ടാകാം, തൻ്റെ അയൽപക്കത്തുണ്ടായിരുന്നവരുണ്ടാകാം, തൻ്റെ കൂടെ വിദ്യാഭ്യാസം ചെയ്തവരുണ്ടാകാം, അല്ലെങ്കിൽ ശുശ്രൂഷ സംബന്ധമായി ആ ദേശത്ത് പോയ കൂട്ടത്തിൽ പരിചയപ്പെട്ടവരുണ്ടാകാം. അവരിലൂടെ ലോക സ്നേഹം, ലോകത്തെക്കുറിച്ചുള്ള താല്പര്യം അവന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ അതിനെ അവൻ ഊട്ടി 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 വളർത്തി ഒരു സുപ്രഭാതത്തിൽ ഈ ഹല്ലേലൂയ ഭയാനകമായി ഈ സ്റ്റെപ്പ് എടുക്കുവാൻ തക്കോണം അവൻ ഇടയായി തീർന്നു. ശുശ്രൂഷ വിട്ട് അവൻ ലോകത്തിലേക്ക് പോയി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് അന്ന് സംഭവിച്ചത് മാത്രമല്ല, ഇന്നും സംഭവിക്കുന്നതായത് കേട്ടോ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നന്നായി തുടങ്ങിയ പലരും അവസാനിച്ചിരിക്കുന്നത് ഇതേ അനുഭവത്തിലാണ്, ലോകത്തിന്റെ നടുവിലാണ്. തീഷ്ണതയോടെ ആരംഭിച്ച പലരും, ദൈവവിളി കേട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇറങ്ങി വന്ന പലരും, കർത്താവിനാൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന പലരും, അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടവർ പലരും ഇന്ന് ലോകത്തിന്റെ പിന്നാലെ പോയി. The power of world is so great. Power of world can pull down anybody. നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ നാം കേൾക്കുവാൻ പോകുന്ന വാണിംഗ് അതാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഹൃദയം ലോകത്തിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഒരു നാളിൽ നാം നമ്മുടെ കർത്താവിനെ തള്ളി പറയേണ്ടി വരും. ഈ വാഴ്ത്തപ്പെട്ട തേജസ്സേറിയ മഹത്വത്തിന്റെ വിളി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകേണ്ടിയിരിക്കും. ഇന്നത്തെ പ്രീച്ചേഴ്സിൽ പലരും പറ്റിയത് എന്താണെന്നറിയാമോ? അവരവരുടെ ഭാവനയിൽ കണ്ടു അവർ ലോകത്തിൽ അംഗീകരിക്കപ്പെടുന്നത്, അവർ ലോകത്തിന്റെ സുഖസമൃദ്ധിയിൽ ജീവിക്കുന്നത്, വില കൂടിയ കാറുകളിൽ യാത്ര ചെയ്യുന്നത്, അനേകർ അവരുടെ ചുറ്റുപാട് നിന്നുകൊണ്ട് അവരെ ആദരിക്കുന്നത്, വലിയ വലിയ സ്റ്റേജുകളിൽ അവരിയ്ക്കുന്നത്, ഈ ലോകത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ തലവന്മാരോടൊപ്പം അവരെ ഛായ സൽക്കാരത്തിൽ ഏർപ്പെടുന്നത്, പേപ്പറുകളിലും ന്യൂസുകളിലും ഒക്കെ അവരുടെ പേരുകൾ വരുന്നത്, അവരെ അംഗീകരിക്കുവാനും ആദരിക്കുവാനും അവരുടെ ശബ്ദത്തിനു വേണ്ടി ചെവി ഓർക്കുവാനും അനുയായികൾ ഉണ്ടാവുന്നത്, വിയർപ്പൊഴുക്കാതെ സുഖസമൃദ്ധിയിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയുന്നത്, ഇതൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് വരുവാൻ തുടങ്ങിയപ്പോൾ അവർക്കൊന്ന് മനസ്സിലായി, എനിക്ക് ഒരു ജീവിതമേ ഉള്ളൂ, അതെനിക്ക് ജീവിച്ചു തീർക്കണം. അത് മാത്രമല്ല, അവർ കർത്താവിങ്കലേക്കല്ല നോക്കിയത്, ഇതേ സമസ്വഭാവത്തിൽ ചിന്തിക്കുന്ന മറ്റു പലരിലേക്ക് അവർ നോക്കി. അവര് വളരുന്ന വഴികൾ. പിന്നീടൊരു കുഴപ്പമുണ്ടായി. എന്താണെന്നറിയാമോ? ഈ ദീമാസിന്റെ പിന്നീടുള്ള ചരിത്രത്തെ കുറിച്ച് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇദ്ദേഹം ഈ മിനിസ്ട്രി തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുമായിരുന്നോ എന്ന് നമുക്കറിയില്ല. ഇന്ന് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അവരാരും മടങ്ങി വരുന്നില്ല. അവർ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവവചനത്തെ തങ്ങളുടെ ജീവിത രീതിക്ക് യോജിക്കത്തക്കവണ്ണം വളച്ചൊടിച്ച് തങ്ങൾക്ക് തെറ്റു പറ്റിയിട്ടില്ല, തങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന പുതിയ റെവലേഷൻ അനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് അനുയായികളെ പഠിപ്പിക്കുന്നു. They are 180 degree away from the plans of God. നമ്മൾ മറന്നുപോകരുത് ദൈവമക്കളെ. ഈ അടുത്ത ദിവസം ഒരു മനോഹരമായ ആർട്ടിക്കിൾ വായിക്കുവാൻ കൊണ്ട് എനിക്ക് സമയം ലഭിച്ചു. ആ ആർട്ടിക്കിൾ എഴുതിയിരുന്നത് ഡോക്ടർ W.A. ക്രിസ്വൽ 1958 എഴുതിയ ഒരു ആർട്ടിക്കിളാണ്. 1958 എഴുതിയ ഒരു ആർട്ടിക്കിളാണ്. ഈ ഡോക്ടർ ക്രിസ്വൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ച് ഡെല്ലാസിലെ ഒരു പാസ്റ്ററായിരുന്നു, സീനിയർ പാസ്റ്ററായിരുന്നു. ഓൾമോസ്റ്റ് 50 years അദ്ദേഹം സഭാ ശുശ്രൂഷയിലായിരുന്ന ഒരു ദൈവദാസനാണ്. അത് മാത്രമല്ല, സദേൺ ബാപ്റ്റിസ്റ്റ് കൺവെൻഷനിലെ ഒരു സ്ഥിരം പ്രസംഗകനായിരുന്നു. അദ്ദേഹം തന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തെ എഴുതിയിരിക്കുന്നു. അതെന്നെ വളരെ ശ്രദ്ധിച്ചു.
എന്നെ വളരെ വളരെ ചിന്തിപ്പിച്ചു ദൈവമക്കളെ. നിങ്ങളോട് ഞാൻ ഒന്ന് അത് ആ അനുഭവം ഒന്ന് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. 2 വ്യക്തികളെയാണ് ആ ലേഖനത്തിൽ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. തന്റെ ശുശ്രൂഷ ജീവിത കാലഘട്ടത്തിൽ സംഭവിച്ച രണ്ട് സംഭവങ്ങളാണ് അദ്ദേഹം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, അദ്ദേഹം ഓർക്കുകയാണ്, അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, അദ്ദേഹം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, ഏതോ ഒരു കാലഘട്ടത്തിൽ, ഒരു സമയമൊക്കെ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനത് ഇവിടെ പറയുന്നില്ല സമയത്തെക്കുറിച്ചൊന്നും. അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഒരു സഭാ ശുശ്രൂഷകൻ, അന്ന് അറിയപ്പെടുന്ന ഒരു ശ്രേഷ്ഠ ദൈവദാസൻ വന്ന് ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തി. ആ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞത് ദൈവം ശക്തമായി അന്നത്തെ റിവൈവൽ മീറ്റിംഗ്സിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ. ഒരുപാട് ദൈവകൃപ നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ, കർത്താവിന് വേണ്ടി എരിയുന്ന ഒരു യുവാവ്. ആ യുവാവ് കടന്നുപോയി ശുശ്രൂഷ ചെയ്യുന്ന മീറ്റിങ്ങുകളൊക്കെയും അനുഗ്രഹമായ മീറ്റിങ്ങുകളാണ്. അപ്പോഴ് ഈ ഡോക്ടർ ക്രിസ്വൽ അദ്ദേഹം ചിന്തിച്ചു, അദ്ദേഹം പറഞ്ഞു, ഈ ദൈവദാസനോട് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിലും 1-2 മീറ്റിങ്ങുകളിലേക്ക് ആ ചെറുപ്പക്കാരനെ വിടണമല്ലോ. We want to invite him for a couple of meetings in our own church. പക്ഷെ അത് സംഭവിച്ചില്ല, അങ്ങനെ നടന്നില്ല, എന്തോ സാഹചര്യങ്ങൾ കൊണ്ട് നടന്നില്ല. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം, ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ്, ഏതോ ഒരു സഭയിൽ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഡോക്ടർ ക്രിസ്വൽ ഇറങ്ങി വന്ന് അവിടുത്തെ വിശ്വാസികളെയൊക്കെ ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ചപ്പുറത്തോട്ട് മാറി ഒരാൾ നിൽക്കുന്നതായിട്ട് കണ്ടു. ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ he appeared to be a homeless man. ഒത്തിരി വണ്ണമൊക്കെ വെച്ച്, വളരെ പ്രാകൃതമായി വേഷം ധരിച്ച്, വളരെ ഡിസപ്പോയിന്റഡ് ആയിരിക്കുന്ന, കണ്ടാൽ ഡ്രങ്കാർഡാണെന്ന്, മദ്യപിച്ച് നിൽക്കുന്നതാണെന്ന് പോലും തോന്നത്തക്ക വണ്ണം ഒരു വ്യക്തി അവിടെ നിൽക്കുന്നു. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ എല്ലാവരിൽ നിന്നും മാറി അവിടെ നിൽക്കുന്നു. എന്തോ ദൈവിക നിയോഗപ്രകാരമായിരിക്കാം ഡോക്ടർ ക്രിസ്വല് ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നു. കാരണം ആരും അയാളെ ശ്രദ്ധിക്കുന്നില്ല. അയാൾ ഈ കൂട്ടത്തിലുള്ള ആളല്ലെന്നുള്ള തോന്നലിലാണ് മാറി നിൽക്കുന്നത്. ക്രിസ്വല് ചെന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ഡോക്ടർ ക്രിസ്വൽ എഴുതിയിരിക്കുന്നത്, ഒരു സാധാരണ മനുഷ്യന് അങ്ങനെ ചെന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുവാനോ അടുക്കുവാനോ പറ്റിയ, ഫെലോഷിപ്പ് ചെയ്യുവാനോ അല്ലെ ഫ്രണ്ട്ഷിപ്പ് ചെയ്യുവാനോ പറ്റിയ ഒരു വ്യക്തി അല്ല ആ വ്യക്തി എന്ന് പ്രഥമ ദൃഷ്ടിയ തന്നെ നമുക്ക് മനസ്സിലാകും. ഹി വാസ് എ ഡിഫറെന്റ് മാൻ. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത സമയത്ത് ക്രിസ്വല് ചോദിച്ചു, എന്താ പേര് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞു, പാസ്റ്ററിന് എന്നെ അറിയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയത്തില്ലല്ലോ, ആദ്യമായിട്ടാണല്ലോ ഞാൻ നിങ്ങളെ കാണുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, ചില വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്ററിന്റെ ചർച്ചിൽ, ഈ ചർച്ചിൽ എന്നെ പ്രസംഗിക്കുവാനായിട്ട് നിങ്ങൾ ക്ഷണിച്ചതാ, പക്ഷെ ഞാനന്ന് വന്നില്ല. ഡോക്ടർ ക്രിസ്വൽ എഴുതിയിരിക്കുന്നത്, it was a shock. In a few years, such a greatly anointed servant of God has become like a street beggar, like a homeless person. He became a drunkard. എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ കൃപ വിട്ടുപോയി, ദൈവിക ശുശ്രൂഷ വിട്ടുപോയി, ലോകത്തെ സ്നേഹിച്ചുപോയി, ഭീകരമായ അവസ്ഥയിലേക്ക് അവൻ അധപ്പതിച്ചുപോയി, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിലായിപ്പോയി, കൂട്ടുകെട്ടുകളിലായിപ്പോയി. ദൈവകൃപ നഷ്ടപ്പെട്ടപ്പോൾ ചവച്ച് തുപ്പിയ ഒരു കരിമ്പിൻ ചണ്ടി പോലെ പിശാച് അവനെ ചവച്ച് തുപ്പി. ക്രിസ്തുവിൽ എഴുതിയിരിക്കുന്നു, ഇത്രയും അഭിഷേകത്തിൽ അനേക റിവൈവൽ മീറ്റിങ്ങുകളിൽ ദൈവം ഉപയോഗിച്ച ഒരു ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെയാകുമെന്ന് തന്റെ സ്വന്തം കണ്ണുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി. ഒരു പക്ഷേ ഇങ്ങനെയാകുവാൻ സാധ്യതയുണ്ട്. അത് ഒരു വ്യക്തിയുടെ അനുഭവം എഴുതിയിരിക്കുന്നത്. രണ്ടാമതൊരു വ്യക്തിയുടെ അനുഭവം എഴുതിയിരിക്കുന്നു. ആ വ്യക്തിയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ ക്രോഫോർഡ് എച്ച് ടോയ്. ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. ഇദ്ദേഹം സതേൺ ബാപ്റ്റിസ്റ്റ് തിയോളജിക്കൽ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നയാളാണ്.
സദേൺ ബാപ്റ്റിസ്റ്റ് തിയോളജിക്കൽ സെമിനാരി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം. ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു തിയോളജിക്കൽ സെമിനാരിയാണ്. പോൾ വാഷറിനെ പോലുള്ളവരൊക്കെ അവിടെ പഠിച്ചതാ. പോൾ വാഷർ, റിക് വാരൻ, ചാൾസ് സ്റ്റാൻലി, ഇവരൊക്കെ അവിടെ പഠിച്ചിട്ടുള്ളവരാണ്. അപ്പൊ നമുക്ക് ഊഹിക്കാം അതിന്റെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അവരുടെ ടീച്ചിങ് ലെവല് എത്രമാത്രം ഉയർന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 1850കളിലാണ് ഈ തിയോളജിക്കൽ സെമിനാരി ആരംഭിച്ചത്, 100-180 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഈ പറയുന്ന മനുഷ്യൻ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നയാളാണ്. ആര്? CH ടോയ്. അദ്ദേഹം അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതാരെന്നാണ് ഡോക്ടർ ക്രിസ്വൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു സ്റ്റോറി. ഈ മനുഷ്യൻ CH ടോയ് എന്ന് പറയുന്ന ആള് ആ സദേൺ ബാപ്റ്റിസ്റ്റ് കോളേജിലെ തിയോളജിക്കൽ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ജർമ്മൻ റാഷണലിസം പഠിക്കുവാനിടയായി. തന്റെ ബുദ്ധിയിൽ അതിനെക്കുറിച്ചൊന്ന് പഠിക്കണമെന്ന്. സാധാരണ ബുദ്ധിജീവികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കൊക്കെ ഉള്ള ആഗ്രഹമാണ് റാഷണൽ എന്ന് പറഞ്ഞാൽ യുക്തിവാദങ്ങളെ കുറിച്ച് പഠിക്കുക. തിയോളജിയെ അനലൈസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ വിങ് ആണ്. അതായത് ദൈവവചനത്തിന്റെ തിരുവെഴുത്തുകളുടെ ആധികാരികതയെ പരിശോധിക്കുന്ന ഒരു പഠനം. അങ്ങനെ ഈ മനുഷ്യൻ അത് പഠിക്കുവാനായിട്ട് തുടങ്ങി. അവസാനം എന്തു പറ്റിയെന്നറിയാമോ? ഉപദേശത്തെ ചോദ്യം ചെയ്യുവാനായിട്ട് തുടങ്ങി. ഈ ബൈബിളിലെ ആ ബാപ്റ്റിസ്റ്റ് കോളേജ് പഠിപ്പിക്കുന്ന ഉപദേശങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവിടെ പഠിപ്പിച്ചുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവസാനം ആ മനുഷ്യനെ അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്തത് മാത്രമല്ല, അന്നത്തെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ ട്രെയിൻ കയറ്റി വിടാൻ നേരം ഈ തിയോളജിക്കൽ സെമിനാരിയുടെ പ്രസിഡന്റ് അയാളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ഈ സ്ഥലത്ത് വന്നതുപോലെ, ഈ സെമിനാരിയിൽ വന്നതുപോലെ എന്നെങ്കിലും ഒരിക്കൽ മടങ്ങി വരികയാണെങ്കിൽ 2 കൈകളും നീട്ടി നിങ്ങളെ ഞാൻ സ്വീകരിക്കും. അത്രമാത്രം നിങ്ങളൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക്. നിങ്ങൾക്കറിയാമോ, ഈ മനുഷ്യൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഹീബ്രു പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്ത് അവിടെ പോയി. After a few years, he stopped attending any churches. His girlfriend, the would-be wife, when she has seen that he has eroded his faith, he has gone away from his faith, what happened? She left him. അവൾ അവനെ ഉപേക്ഷിച്ചിട്ട് ചൈനയിലേക്ക് മിഷണറി ആയിട്ട് പോയി. Until she died, she spent her whole life in China. She never came back to the US. ഈ മനുഷ്യനെ കുറിച്ച് പിന്നീട് ചരിത്രം എന്തുവെന്ന് നമുക്കറിയില്ല. ക്രിസ്തുവിൽ പറയുന്നത് ഈ മനുഷ്യന് പറ്റിയ തെറ്റെന്തെന്നറിയാമോ? He started seeking God with his intelligence. He started reasoning the scriptures with his intelligence. Finally, what has happened? He lost his faith in the Lord. He lost the grace of God. He ended up in the world. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ മെസ്സേജിന്റെ മധ്യത്തിൽ ഞാൻ വായിച്ച ഈ 2 അനുഭവ കഥ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ദൈവവചനം നമുക്കറിയാം, നാം ശുശ്രൂഷയിലാണ്, മറ്റാരും അറിഞ്ഞതിനേക്കാൾ കൂടുതൽ ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ട് എന്ന് നാം ഇന്ന് പറഞ്ഞേക്കാം. നാം സൂക്ഷിച്ചില്ല എങ്കിൽ നാം ഇന്ന് കേട്ട ജീവിതത്തിന്റെ അനുഭവങ്ങളെ പോലെ ഒരു പക്ഷേ നാളെ നമുക്ക് ഉണ്ടായിക്കൂടാ എന്നില്ല. Because the power of the world is so powerful to seduce you and me. നിങ്ങളെയും എന്നെയും തകർക്കുവാൻ തക്കവണ്ണം ശക്തമാണ് ഈ ലോകത്തിന്റെ ബലം. നാം ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ടാ 1 യോഹന്നാൻ 2-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ യോഹന്നാനിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. എന്താ അതിന്റെ അർത്ഥം? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ പിതാവ് തന്റെ സ്നേഹം അവനിൽ നിന്ന് എടുത്തു കളയും. അതായത് പിതാവ് തന്റെ കൃപ അവനിൽ നിന്ന് എടുത്തു കളയും. പിതാവിന്റെ സാന്നിധ്യം എന്നെയും നിന്നെയും പാപത്തിൽ നിന്ന് വിടുവിക്കുന്നത്, എന്നെയും നിന്നെയും ദൈവിക കൂട്ടായ്മയിൽ നിലനിർത്തുന്നത് പിതാവ് നമ്മളിൽ തന്നിരിക്കുന്ന തന്റെ സ്നേഹമാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവകൃപയാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. ദൈവകൃപയാണ് ദൈവ പൈതലെ നിന്നെ നിലനിർത്തുന്നത്.
നീ ലോകത്തെ സ്നേഹിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിന്നിലെ കൃപ നിനക്ക് നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിന്നിലെ ദൈവിക സാന്നിധ്യം നിനക്ക് നഷ്ടപ്പെടും. നിന്റെ ദൈവ ഭയം നിനക്ക് നഷ്ടപ്പെടും. നിന്നെ ലോകത്തിൽ നിന്നും മാറ്റിക്കൊണ്ടിരുന്ന ദൈവശക്തി നിന്നിൽ നിന്ന് മാറുമ്പോൾ നീ അറിയാതെ തന്നെ ലോകത്തിലേക്ക് വീണുപോകും. നാം ഒരിക്കലും അത് മറന്നു പോകരുത്. അതുകൊണ്ടാവും ഗ്രേറ്റ് വാർണിംഗ് അവിടെ കിടക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി നാം നമ്മുടെ ജീവിതത്തെ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്ക്. നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാ? നാം ഈ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടോ? ലോകത്തിലുള്ളതിനെ സ്നേഹിക്കുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ഈ ലോകത്തിലെ ബിസിനസ്മാൻ ആണോ എന്നുള്ളതല്ല, ലോകത്തിലെ ക്ലബുകളിൽ പോകുന്നുണ്ടോ എന്നുള്ളതല്ല, ലോകത്തിലെ പാർട്ടി നടത്തുന്നവരുടെ പാർട്ടി നടത്തുന്നുണ്ടോ എന്നുള്ളതൊന്നും അല്ല. അതിലൊന്നിനും നമ്മൾ പോയില്ലെങ്കിലും ആ സ്പിരിറ്റിനെ നമുക്ക് ഉള്ളിൽ കൊണ്ട് നടക്കാൻ പറ്റും. ദീമാസിന് പറ്റിയതുപോലെ. ദീമാസ് ലോകത്തിൽ പബ്ബിലൊന്നും പോയവനൊന്നും അല്ല കേട്ടോ. ദീമാസ് ബാറിലൊന്നും പോയില്ല. പക്ഷെ എന്തു പറ്റിയെന്നറിയാമോ? ആ സ്പിരിറ്റ് അവന്റെ ഉള്ളിൽ കിടന്നു. ആ സ്പിരിറ്റ് ഉള്ളിൽ കിടന്നുകൊണ്ട് അവന് സ്വസ്ഥത കൊടുത്തില്ല. അതുകൊണ്ട് അവൻ അവിടെ വിട്ടുപോകേണ്ടി വന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഞാൻ ലോകക്കാരനല്ല, ഞാൻ ലോകക്കാരുടെ പോകുന്നയാളല്ല, ഞാൻ ലോകത്തിലുള്ള പലതും വിട്ടുകളഞ്ഞിരിക്കുന്ന ആളാണെന്ന് നിങ്ങളും ഞാനും പറഞ്ഞേക്കാം. പക്ഷേ അതിന്റെ സ്പിരിറ്റ് എന്നിലും നിങ്ങളിലും ഉണ്ടോ? ഈ ലോകത്തിലേക്ക് നമ്മളെ വിളിക്കുന്ന, ഈ ലോകത്തിലേക്ക് നമ്മളെ വലിക്കുന്ന ചിലത്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നാം കാണുന്നത്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ നാം കേൾക്കുന്നത്, കൂട്ടുകാർ കൂടുമ്പോൾ നാം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, ദൈവമക്കളെ, വിശ്വാസികൾ എന്ന് പറയുന്നവർ തന്നെ ദൈവസഭയ്ക്കുള്ളിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ, അതൊക്കെ പ്രകടമാക്കുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്താണെന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. ദൈവകൃപ പ്രാപിച്ച ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും തിരിച്ചറിയാൻ പറ്റും. ഒരാളുടെ ശുശ്രൂഷ കാണുമ്പോൾ, ഒരാളുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ, ഒരാളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ, ഒരാളുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഈ വ്യക്തിയുടെ ഉള്ളിൽ ഹാലലിയ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ് ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇത് നമ്മുടെ വാണിംഗ് ആണ്. പൗലോസിന്റെ കൂടെ നടന്ന ദീമാസ് തെറ്റിപ്പോകാമെങ്കിൽ, യേശുവിനോട് കൂടെ നടന്ന ജൂദാസിന് തെറ്റിപ്പോകാമെങ്കിൽ, നമ്മൾ തെറ്റിപ്പോവാൻ എത്ര വലിയ സാധ്യതയാണ് ഈ ലോകത്തുള്ളത്. ലോകത്തെ ശത്രുവായിട്ട് കാണുവാൻ നമുക്ക് കഴിയണം. ലോകത്തെ ശത്രുവായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ജനത്തെ ശത്രുവായിട്ട് കാണുക എന്നുള്ളതല്ല. നമ്മുടെ കർത്താവിനെതിരെ നിൽക്കുന്ന ലോകത്തിന്റെ മോഹങ്ങളുണ്ടല്ലോ, ദൈവവചനത്തിനെതിരെ നിൽക്കുന്ന, പാപത്തിലേക്ക് നിന്നെ നയിക്കുന്ന ലോകത്തിന്റെ വഴികളുണ്ടല്ലോ. The system of the world, that is our enemy. That is our enemy. ഓർത്തു നോക്കണമേ, പാപത്തിലേക്ക് നിന്നെ നയിക്കുന്ന, മോഹത്തിലേക്ക് നിന്നെ നയിക്കുന്ന, ക്രൂശിൽ നിന്ന് നിന്നെ അകറ്റുന്ന, ക്രൂശിന്റെ വഴിയിൽ നിന്ന് നിന്നെ അകറ്റുന്ന ലോകത്തിലുള്ളത് സകലത്തെയും ശത്രുവായി നീ നിന്റെ ഹൃദയത്തിൽ കണ്ടാൽ മാത്രമേ അതിൽ നിന്ന് അകന്നു മാറുവാനായിട്ട് കഴിയത്തുള്ളൂ. ഈ മെസ്സേജ് ഒരിക്കലും റോങ് ആയിട്ട് എടുക്കരുത് കേട്ടോ. ലോകത്തെ ശത്രുവായിട്ട് കാണണമെന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സാധുക്കളായ ജനത്തെ ശത്രുവായിട്ട് കാണണമെന്നല്ല, മറ്റു സഭകളെ ശത്രുവായിട്ട് കാണണമെന്നല്ല, അല്ലെങ്കിൽ അവിശ്വാസികളായിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരെ ശത്രുക്കളായിട്ട് കാണണമെന്നൊന്നും അല്ല പറഞ്ഞത്. ലോകത്തിലൊരു സിസ്റ്റം ഉണ്ട്, നമ്മളെ പിന്നോട്ട് വലിക്കുന്ന, മോഹങ്ങളിലേക്ക്, രഹസ്യ പാപങ്ങളിലേക്ക് വഹിക്കുന്നത്, കൊണ്ടുപോകുന്ന ആ ലോകത്തെ, അതിനെ നമ്മൾ ശത്രുവായിട്ട് അറപ്പോടെ കാണണം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന അങ്ങനെ, കർത്താവെ അതിനെ എനിക്ക് അറപ്പോടെ കാണണം, അതിനെ ഓർക്കുമ്പോൾ എനിക്ക് ഓക്കാനം വരണം. ഞാൻ അങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. ഐ വോണ്ട് ടു ഹേറ്റ് ഇറ്റ്. ഐ വോണ്ട് ടു ഹേറ്റ് ഇറ്റ് ഫ്രം മൈ ഹാർട്ട്. ഞാനത് ഹേറ്റ് ചെയ്യുന്നെങ്കിൽ പിന്നെ ഐ വോണ്ട് തിങ്ക് ഓഫ് ഇറ്റ്. I won't be tempted to see it. I won't be tempted to spend even a minute for it, because God gives me grace to hate it. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദീമാസ് അത് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ദീമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് കർത്താവിനെ വിട്ടു പോകത്തില്ലായിരുന്നു. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി കർത്താവിനോട് കൂടെ പോകാനാ. കർത്താവിന്റെ വഴിയും ലോകത്തിന്റെ വഴിയും രണ്ടും രണ്ടാണ്. നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന്റെ ഇഷ്ടവും ലോകത്തിന്റെ വഴിയും രണ്ടും രണ്ടാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ലോകത്തെ കുറിച്ച്, പിശാചിനെ കുറിച്ച് പറയുന്ന ലോകത്തിന്റെ പ്രഭു എന്നാ പറഞ്ഞത്. ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യവുമില്ലെന്ന. ഹി ഹാസ് നത്തിങ് ഓഫ് മീ. അവനൊരു കാര്യവും, ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യവുമില്ല. ലോകത്തിന്റെ പ്രഭു എന്നാണ് പിശാചിനെ വിളിച്ചത്. പ്രിൻസ് ഓഫ് ദ വേൾഡ്. വി നോ Prince of heaven is Jesus. Prince of the kingdom of God is Jesus. Prince of the world is Satan.
That is where the enmity between God and the world comes in. അവിടെയാണ് ദൈവവും ലോകവും തമ്മിൽ ശത്രുക്കളാണെന്ന് തിരിയുന്നത്. ദൈവത്തിന്റെ ശത്രുവാണ് ലോകമെങ്കിൽ ഞാനും ലോകത്തിന്റെ ശത്രുവായിരിക്കണം. ലോകം വേറെ, ലോകത്തിലുള്ളവർ വേറെ. ഒരിക്കലും ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ സിസ്റ്റം ഓഫ് ദ വേൾഡ്. നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന, ജഡത്തിന്റെ പ്രവർത്തികളിലേക്ക് കൊണ്ടുപോകുന്ന, അസൂയയിലും കുശുമ്പിലേക്കും കൊണ്ടുപോകുന്ന. ഞാനൊന്ന് നോക്കട്ടെ, ചോദിക്കട്ടെ ദൈവമക്കളെ. ഈ അടുത്ത ദിവസം, ഈ 1-2 ദിവസത്തിന് മുമ്പ് ഒരു ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനെക്കോണം കർത്താവ് എനിക്ക് ഒരു അവസരം തന്നു. പ്രധാനപ്പെട്ട വിഷയം എന്റെ ഇതായിരുന്നു, രാഷ്ട്രീയത്തെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. എനിക്കറിയാം പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ഐ ഡോണ്ട് കെയർ വാട്ട് പീപ്പിൾ തിങ്ക് ഓഫ് മീ. ഞാൻ ദൈവവചനത്തിന്റെ വെളിച്ചത്തിലാണ് സംസാരിക്കുന്നത്. രാഷ്ട്രീയത്തെ കുറിച്ച് ദൈവവചനം എന്താണ് പറയുന്നതെന്നാണ് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവിയായി മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഒരു വിഭാഗം ജനത്തെ ഞാൻ ശത്രുതയോടെ കാണുവാനായിട്ട് തുടങ്ങും. ശരിയല്ലേ? അവരുടെ തോൽവിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കും. ശരിയല്ലേ? ഞാൻ ഏകപക്ഷീയനായി മാറും. ഐ ബിക്കം പാർഷ്യൽ. Being a servant of God, I am expected to be impartial. I am called to see people alike, same. അപ്പൊ ഞാൻ ഒരാളുടെ അനുയായിയായി മാറുകയല്ലേ? ഞാൻ രാഷ്ട്രീയത്തിലായി കഴിയുമ്പോൾ ഞാൻ ഒരു വ്യക്തിയുടെ അനുയായിയായി മാറുകയാ, ഒരാളുടെ ഫോളോവറായി മാറുകയാ. പക്ഷെ ആക്ച്വലി ഐ ആം ദ ഫോളോവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. He is the perfect one. He is the star. He is the hero of my story. He is the hero of my life. കുറച്ച് കാലഘട്ടത്തിലേക്ക് ആ ഹീറോ ഇരിക്കുന്നിടത്ത് മറ്റാള് വരികയാണ്. ആരാ വരുന്നത്? ദൈവത്തെ അറിയാത്തവൻ, വിശ്വാസി അല്ലാത്തവൻ, ലോകത്തിനു വേണ്ടി ജീവിക്കുന്നവൻ, പാപത്തിൽ മുഴുകിയവൻ, അല്ലേ? He becomes my hero and I am going to see his victory. ശരിയല്ല ഞാൻ ഈ പറയുന്നത്? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുക, അപ്പോൾ ഒരു വിശ്വാസിക്ക് രാഷ്ട്രീയ പ്രബുദ്ധത ആവശ്യമല്ലേ? രാഷ്ട്രീയത്തെ കുറിച്ച് ഇറ്റ് ഈസ് യുവർ ചോയ്സ്. ഐ എം ടോക്കിംഗ് അബൌട്ട് മൈൻഡ്. ഐ എം നോട്ട് എ പാർട്ട് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പൊ ഞാൻ വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അത് അന്നേരത്തെ ഗൈഡൻസ് അനുസരിച്ച്. ഇഫ് ദ ലോർഡ് ഗൈഡ് മീ ടു വോട്ട്, ഐ വിൽ വോട്ട്. ഇഫ് ദ ലോർഡ് ഡസന്റ് ഗൈഡ് മീ ടു വോട്ട്, ഐ വോണ്ട് വോട്ട്. അതിന്റെ അർത്ഥം ദൈവം എനിക്ക് ഗൈഡ് ചെയ്ത് വോട്ട് ചെയ്യുന്ന ആൾ ജയിക്കുമെന്നൊന്നും ഐ ഡോണ്ട് നോ. ഇറ്റ് ഈസ് ഗോഡ്സ് ചോയ്സ്. ചിലപ്പോൾ ദേശത്തിനോ സമൂഹത്തിനോ നല്ലൊരു മനുഷ്യനെയാണ് എന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ ഞാൻ വോട്ട് ചെയ്യും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് മൈ പ്രൈം തിങ്. ദാറ്റ് ഈസ് നോട്ട് മൈ പ്രൈം തിങ്. വോട്ട് ചെയ്യുകയോ വോട്ട് ചെയ്യാതിരിക്കുകയോ, രാഷ്ട്രീയം ചിന്തിക്കുകയോ ചിന്തിക്കാതിരിക്കുകയോ ചെയ്യുക, അതല്ല വിഷയം ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക, അതിനുവേണ്ടി ലീവ് എടുത്ത് പ്രവർത്തിക്കുക, അതിനുവേണ്ടി വീടുകൾ കയറി ഇറങ്ങുക. ഒരു ട്രാക്ട് കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് വീടുകൾ കയറി ഇറങ്ങാൻ പറ്റത്തില്ല. യേശുവിനെ കുറിച്ച് 10 പേരോട് പറയാൻ പറഞ്ഞാൽ അതിന് നമുക്ക് മനസ്സില്ല. പക്ഷെ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് നമ്മൾ പറയും, സ്ഥാനാർത്ഥിയെ കുറിച്ച് നമ്മൾ പറയും, സ്ഥാനാർത്ഥിയുടെ പോസ്റ്റും കൊണ്ട് നമ്മൾ വീടുകൾ തോറും കയറി ഇറങ്ങും. ശരിയല്ലേ? ദൈവദാസന്മാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ദൈവദാസിമാരെന്ന് പറയുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. തെളിവുകളുണ്ട്, നിങ്ങൾക്കറിയാം തെളിവുകളുണ്ടെന്ന്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അത് ശരിയാണെന്ന് എങ്ങനെ വചനപ്രകാരം നമുക്ക് പറയാൻ പറ്റും? ഇതാ ലോകത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, ലോകത്തിലുള്ളതിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അതാണ് ദൈവമക്കളെ. 1-ാം നൂറ്റാണ്ടിൽ രാഷ്ട്രീയം ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അന്ന് സമൂഹത്തിൽ ഉച്ച നീചത്വങ്ങൾ ഉണ്ടായിരുന്നു. സോഷ്യൽ ഇംപെർഫെക്ഷൻസ് അന്നുണ്ടായിരുന്നു. ഇല്ലായിരുന്നു? അന്ന് അടിമക്കച്ചവടം, സ്ലേവ് ട്രേഡ് ഉണ്ടായിരുന്നു. ഈ വചനത്തിൽ എവിടെങ്കിലും സ്ലേവ് ട്രേഡ് എതിനായിട്ട് നിങ്ങൾ നിൽക്കണമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടോ? അന്നത്തെ നീറോ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ക്രൂരനായിരുന്നു, ദൈവമക്കളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവനായിരുന്നു. ഏതെങ്കിലും ലേഖനങ്ങളിൽ നീറോ ചക്രവർത്തിക്ക് എതിരായിട്ട് സംസാരിച്ചുകൊണ്ട് വചനം എഴുതിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞേ. രാഷ്ട്രീയത്തെ കുറിച്ച് വചനത്തിൽ എഴുതിയിട്ടില്ല. കാരണം ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് എ കിങ്ഡം ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദിസ് എർത്ത്. It is not talking about a political system or economic system of this world. It is not at all talking about the world. It is teaching me one thing: world is your enemy. Be careful. മനോഹരമായ ഒരു വാക്യം എന്റെ ഓർമ്മയിലേക്ക് വരുന്നല്ലോ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 verse 4. വ്യഭിചാരിണികളായുള്ളവരെ, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം നോക്കിക്കേ.
വ്യഭിചാരിണികളായി ഉള്ളവേ, യു അഡൾട്ടേഴ്സ് ആൻഡ് അഡൾട്രസസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. സഹോദരന്മാരെയും സഹോദരിമാരെയും, എല്ലാവരെയും അല്ല, ഈ സ്പിരിറ്റ് ഉള്ളവരെ. ലോകം 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 എന്ന് പറഞ്ഞ് ഇപ്പൊ മുമ്പേ പറഞ്ഞതിന്റെ കൂട്ട്, ഇലക്ഷൻ വരുമ്പോ കമ്മ്യൂണിസ്റ്റുകാരന് അല്ലെ കോൺഗ്രസ്സുകാരൻ അല്ലെ BJP-കാരൻ അവർക്ക് അനുഭാവിയായിട്ട് പോസ്റ്റ് ഇടുന്നവര്, മറ്റുള്ളവരെ സഭയിലുള്ളവരെ അതിനായിട്ട് ഇത് നോ. ലോകം നമുക്കെതിരാണ്, നാം ലോകത്തിനെതിരാണ്, ലോകത്തിലെ മനുഷ്യർക്കല്ല. ഒരു ഡോണ്ട് ടേക്ക് മീ റോങ്, ഇവിടെ എഴുതിയിരിക്കുന്ന വചനമാണ് ഞാൻ പറയുന്നത്. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. when you love the world you become an enemy of God. അങ്ങനെ എഴുതിയിരിക്കുന്ന വചനം അങ്ങനല്ലേ? ഉണ്ടല്ലോ. 4-ാമത്തെ വേർഡ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന നോക്കിയേ, വേഴ്സ് 4, you adulterers and adulteresses, know you not that. know you not that എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്നില്ലേ? don't you know that? know you not that the friendship of this world is enmity with God. എത്ര ശക്തമായ ഭാഷയില! ഏതെങ്കിലും ദൈവത്തിന്റെ ഏതെങ്കിലും ശത്രു സ്വർഗത്തിൽ എത്തുമോ ദൈവമക്കളെ? നിങ്ങളൊന്ന് പറഞ്ഞു എന്നോട്. ഈ ലോകത്തോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ അറിയാം, വ്യക്തമായിട്ട് അറിയാം. അതിന് ലോകത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങൾ, ലോകത്തിലുള്ളതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങൾ, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയങ്ങൾ, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയങ്ങൾ, അതിന്റെ കൂടെ ഇരിക്കുന്ന സമയങ്ങൾ, ഇതൊക്കെ ലോകത്തെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു തെളിവാ. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്നുള്ളത് തെളിവെന്താ? ആളിനോട് ഞാൻ സംസാരിക്കും, ആളുടെ കൂടെ ഞാൻ ഇരിക്കും, ആ ആളിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കും, ആളുടെ വെൽബീയിങ്ങിനെ കുറിച്ച് എപ്പോഴും ഞാൻ കൺസേൺ. ദിസ് ഈസ് വാട്ട് ഷോസ് ദാറ്റ് ഐ ലവ് ദാറ്റ് പേഴ്സൺ. How do I know that I love the world? Because most of my time is taken up with the world. That shows that I love the world. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം നോക്കിയേ, you adulterers and adulteresses, know you not that the friendship of this world is enmity with God. Whosoever, അതുകൊണ്ട് എഴുതിയിരിക്കുക, whosoever therefore will be a friend of this world with the friend of this world is the enemy of God. You are not a believer, you are going to be the enemy of the Lord. എത്ര ശക്തമായ ഭാഷയിലാണ് യാക്കോബ് എഴുതിയിരിക്കുന്നത് അറിയാമോ? ഇത് ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവായി മാറും. ഡു യു വാണ്ട് ടു ബി ആൻ എനിമി ഓഫ് ഗോഡ്? ദൈവത്തിന്റെ അത് കഴിഞ്ഞിട്ടുള്ള മനോഹരമായ അടുത്ത വാക്യങ്ങൾ നിങ്ങൾ പിന്നെ കൃപയെ കുറിച്ചാ പറയുന്നത്. ദൈവത്തിന്റെ ശത്രുവായി കഴിഞ്ഞാൽ കൃപ പോയി എന്ന് അതിന്റെ അർത്ഥം. മുമ്പേ പറഞ്ഞതുപോലെ ഗ്രേസ് ഇസ് ഗോൺ. കാരണം ആര് സബ്മിറ്റ് ചെയ്യുന്നു അവർക്ക് ആ ഗ്രേസ് കിട്ടുന്നത്. താഴേക്ക് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. അല്ലെങ്കിൽ തിരുവെഴുത്ത്, ഞാൻ ആ വചനം ചുമ്മാതൊന്ന് വായിക്കാം, പ്രസംഗത്തിന്റെ ആവശ്യമില്ല. ആ വചനം ചുമ്മാതൊന്ന് വായിക്കാം, വെറുതെ ഒന്ന് വായിക്കാം. My brothers and my sisters, take your relationship with the world seriously. Maybe today you think that you are serving the Lord, you are a believer. Today you may think that you are called by God. Yes, Demas thought the same way. But finally one day came, grace is totally gone, and he thought whatever he was doing was right in his own eyes. Hallelujah. ഇത് നമ്മുടെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോഴും. അത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ നാളെ ഉണ്ടായിക്കൂടാ എന്നില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് വാൺ ചെയ്യുകയാ. ഇത് നോക്കിയേ. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ദൈവം നിങ്ങളുടെ ശത്രുവായി തീരുമെന്ന് തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? എഴുതി വെച്ചേക്കയാ. 5-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കി ആത്മാവ് അസൂയക്കായി കാംക്ഷിക്കുന്നുവോ? എന്തുവാ? ദൈവത്തിന് അസൂയ ഉണ്ടെന്ന് നമ്മളടുത്ത്. നമ്മൾ ഈ ലോകത്തിൽ വലിയ ആളാന്ന് അറിയപ്പെടുന്നത്, നേതാവായി തീരുന്നത്, നമുക്ക് 10 പേർ വോട്ട് ചെയ്യുന്നത്, നമ്മുടെ ശബ്ദം വെളി കേൾക്കുന്നതൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അസൂയ, ജലസ. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുവോ? അടുത്ത വാക്യം നിങ്ങൾ നോക്കിക്കേ. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരയുവിൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. എത്ര ശക്തമായ ലാംഗ്വേജിലാണ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. സങ്കടപ്പെട്ട് നിലവിളിച്ച് കരയാൻ ദൈവകൃപയ്ക്ക് വേണ്ടി. നമ്മുടെ ചിരി, നമ്മുടെ സന്തോഷം ദുഃഖമായിട്ട് തീരട്ടെന്ന്.
ഈ ലോകത്തിലുള്ളത് അനുഭവിച്ച് സന്തോഷിച്ചുകൊണ്ട് ഞാൻ വലിയ ആളാണെന്ന് പറയുന്നുവെങ്കിൽ നിന്റെ സന്തോഷം ദുഃഖമായി തീർന്ന്, കർത്താവേ ഞാൻ തെറ്റിപ്പോയി, അങ്ങയുടെ കൽപ്പനയ്ക്ക് വിരോധം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? സ്നാനപ്പെടുക. അതാ ഏറ്റവും വലിയ കൽപ്പന. ഇതൊന്നും വലിയ കൽപ്പനയൊന്നുമല്ല. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് പറയുന്ന വലിയ കൽപ്പനയൊന്നുമല്ല. പക്ഷേ നിത്യ നരകത്തിൽ എത്തിക്കുന്ന കൽപ്പനയാ ഇതെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ ശത്രുവാക്കി മാറ്റുന്ന കൽപ്പനയാ ഇത്. ഏത്? ഒരുവൻ ലോകത്തെ, ഒരു വിശ്വാസി ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ, ലോകത്തിലുള്ളതിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ലോകക്കാരനായി മാറുവാൻ, ലോകക്കാരിയായി മാറുവാൻ തക്കവണ്ണം തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ശത്രുവായി തീരും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കറിയാമോ? യു അഡൽറ്റേഴ്സ് ആൻഡ് അഡൽട്രസസ്, വ്യഭിചാരണികളായുള്ളവേ. എന്തിനങ്ങനെ വിളിക്കുന്നത് വ്യഭിചാരണികളെ എന്ന് പറയുന്നത്? എനിക്ക് സമയമില്ല, എന്റെ സബ്ജക്ട് അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനല്ല. യാക്കോബിന്റെ ലേഖനം തുടങ്ങുന്നത് വ്യഭിചാരണി എന്നും പറഞ്ഞല്ല തുടങ്ങുന്നത്. ലേഖനം തുടങ്ങുന്നത് സഹോദരന്മാരെ എന്നാ തുടങ്ങിയേക്കുന്നത്. അതിനു മുമ്പുള്ള അധ്യായങ്ങൾ നോക്കിയാൽ 3-4 പ്രാവശ്യങ്ങൾ പ്രിയ സഹോദരന്മാരെ, ബിലവഡ് ബ്രദേഴ്സ്, ബിലവഡ് ബ്രദറൻ, ബിലവഡ് ബ്രദറൻ എന്ന് എഴുതിയിട്ട് 4-ാമത്തെ അധ്യായത്തിൽ വന്ന് പറയാം യു അഡൽട്രേഴ്സ് എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം പരിശോധിക്കുമ്പോൾ, നമുക്ക് സമയമില്ല ഇവിടേക്ക് പോകാൻ, അവിടെ 3-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു, താഴേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നമ്മളെ ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. അപ്പൊ നമ്മൾ ആരുടെ വകയാന്നറിയാമോ? യേശുവിന്റെ വകയാ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരാ. കർത്താവിന്റെ മണവാട്ടിയാ. ആ മണവാളം വരുന്നതിന് നോക്കിയിരിക്കാതെ, മണവാളൻ വരുന്നതിന് കാത്തിരിക്കാതെ ലോകത്തിന്റെ പുറകെ പോകുന്നത്. ലോകം എന്ന് പറയുന്ന ആരാ? പിശാചിന്റെ പുറകെ പോകുന്നത്, മറ്റൊരുത്തന്റെ പുറകെ പോകുക. എന്നെ പരിശുദ്ധാത്മാവ് ഓൾറെഡി യേശുവിന് വേണ്ടി മണവാട്ടിയാക്കി വെച്ചിരിക്കുന്നു. ഞാൻ ആ മണവാളന് വേണ്ടി കാത്തിരിക്കാതെ, ആ മണവാളനെ പ്രസാദിപ്പിക്കാതെ, ആ മണവാളനെ ഓർത്ത് അതിലെ സന്തോഷിക്കാതെ ഞാൻ മറ്റൊരുത്തന്റെ പുറകെ പോകുക, ലോകത്തിന്റെ പ്രഭുവിന്റെ പുറകെ. അപ്പോഴാണ് ഞാൻ വ്യഭിചാരണിയായി മാറുന്നത്, ഞാൻ ഫോർണിക്കേറ്ററായി, അഡൽട്ടറായി മാറുന്നത്, അഡൽട്രസായി മാറുന്നത്. ഞാൻ ആ ഭാഗത്തെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, കാരണം എനിക്ക് മുന്നോട്ടുള്ള മെസ്സേജ് പറയാൻ സമയം കിട്ടുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ടേക്ക് ഇറ്റ് സീരിയസ്ലി. വാട്ട് യു ആർ സ്പെൻഡിങ് ടൈം വിത്ത്, ടേക്ക് ഇറ്റ് സീരിയസ്ലി. ദിസ് ഈസ് അബൌട്ട് യുവർ ഇറ്റേണിറ്റി. നിന്റെ നിത്യതയാണിത്. ഈ വിഷയം നിത്യതയാ. ഒരു പക്ഷേ നമ്മളിൽ പലരും ദൈവത്തിന്റെ ശത്രു ആയി കഴിഞ്ഞോ എന്ന് നമുക്ക് അറിയത്തില്ല. How do we know whether we have already become the enemy of God? ഒരു പ്രൂഫ് ഉണ്ട്. എന്താണെന്നറിയാവോ? ഞാൻ പറഞ്ഞുതരാം ആ പ്രൂഫ് എന്തുവാണ്. ആ വചനത്തിന്റെ വെളിച്ചത്തിൽ ഗ്രേസ് നഷ്ടപ്പെട്ടു കാണും. ഇപ്പൊ പെട്ടെന്ന് കോപം വരുന്നുണ്ടോ? ചിലരോട് ക്ഷമിക്കാൻ കഴിയാതെ വരുന്നുണ്ടോ? ഞാൻ വലിയ ആളാന്നുള്ള തോന്നി തുടങ്ങുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് കുറവ് വരുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് കുറവ് വന്നിട്ട് ഉള്ളിന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകും, സാരമില്ലെന്ന്, ഇത്രയൊന്നും. കാരണം ഐ ആം നോട്ട് എ ലീഗലിസ്റ്റ്. പലരും പറയുന്ന വാക്കാ, ഐ ആം നോട്ട് എ ലീഗലിസ്റ്റ്, ഐ ആം നോട്ട് അണ്ടർ ബോണ്ടേജ്, ഐ ക്യാൻ പ്രേ whenever I want to. കൃപ നഷ്ടപ്പെടുന്നതിന്റെ തെളിവാ. മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ കഴിയാതിരിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ എപ്പോഴും കറക്റ്റ് ചെയ്യണം. നമ്മളിൽ 100 കുറ്റങ്ങൾ ഇരിക്കുക, അത് നമ്മൾ മൂടി വെച്ചിട്ട് മറ്റുള്ളവരുടെ കറക്ഷൻസ്. ഇത് കൃപ നഷ്ടപ്പെടുന്നതിന്റെ ഒരു തെളിവാ. മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യുവാനുള്ള വലിയ വ്യംഗതയാ. എന്നാൽ ദൈവപാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് കർത്താവേ എന്റെ കുറവുകളെ എനിക്ക് കാണിച്ചു തരണമെന്ന് നിലവിളിക്കുവാൻ നമുക്ക് സമയമില്ല. ഒത്തിരി തെളിവുകളുണ്ട് കൃപ നഷ്ടപ്പെടുന്നതിന്. അതായത് പെട്ടെന്ന് വീണു പോകുന്ന അനുഭവം, അതാ കൃപ. നമ്മുടെ ശരീരത്തിൽ ബലമില്ലെന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? ആരെങ്കിലും ഒന്ന് തട്ട് കഴിഞ്ഞാൽ ഉരുണ്ടു വീഴും. അതുപോലെ ചെറിയൊരു തണുത്ത കാറ്റടിച്ചു കഴിഞ്ഞാൽ വിറയ്ക്കും. അതിന്റെ അർത്ഥം അപ്പോഴേ ഓർത്തോണം നമ്മുടെ ശരീരത്തിന്റെ ബലം കുറഞ്ഞെന്നാ. പണ്ട് ബലമുള്ളപ്പോൾ തണുപ്പടിച്ചാലും വിറയ്ക്കത്തില്ല. ഞാനൊരു എക്സാമ്പിളാ പറയുന്നത്. തണുപ്പടിച്ച് വിറയ്ക്കുന്നത് പാപം ഉള്ളതുകൊണ്ടാണെന്നും അല്ല അതിന്റെ മീനിങ്. അങ്ങനൊന്നും എടുക്കരുത് കേട്ടോ. ഞാൻ ഒരു എക്സാമ്പിൾ പറയുക. നമ്മുടെ ബലം ക്ഷയിച്ചെന്നുള്ളതിന്റെ തെളിവ് എന്തെന്നറിയാമോ? നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഈ ദിവസങ്ങളിൽ ചില പാപചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ പിടിവിട്ടു പോകുന്നുണ്ടോ? കൃപ പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. കൃപ പോകുന്നു എന്നുള്ളത്. അതായത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ എഫെസസിലെ സഭയോട്, എഫീഷ്യൻ ചർച്ചിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറവ് നിന്നെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്.
നമ്മുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടതായിട്ടൊരു തോന്നൽ തോന്നുന്നുണ്ടോ നമുക്ക്? പണ്ടത്തെ ആ ഒരു ഇതില്ല, തോന്നുന്നില്ലല്ലോ. പണ്ടൊക്കെ രാത്രി കണ്ടിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക താല്പര്യമായിരുന്നു. ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് താല്പര്യം വരുന്നില്ല. ഇപ്പൊ ക്ഷീണമാ എപ്പോഴും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പുട്ട് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് there. കൃപ വന്നു കഴിഞ്ഞാൽ ക്ഷീണമൊക്കെ മാറിപ്പോകും. ദൈവത്തിന്റെ ദാസന്മാരൊക്കെ ക്ഷീണിച്ചവരായിരുന്നു, പട്ടിണി കിടന്നവരായിരുന്നു, അടിയും ഏറും തല്ലും കൊണ്ട് ഉപദ്രവമേറ്റവരായിരുന്നു. പക്ഷേ അവരുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിരുന്നു, ബിക്കോസ് ഓഫ് ദ ഗ്രേസ്. നമ്മളിൽ ഉദാസീനത കടന്നു വരുന്നുണ്ടോ? ലേസിനെസ്. ദിസ് ഓൾ ഷോസ് വി ആർ ലൂസിങ് ഗ്രേസ്. ലൂസിങ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ ദൈവം നമുക്ക് പ്രതികൂലമാകുന്ന മാറുന്നു, അല്ലെങ്കിൽ ദൈവം മുഖം തിരിക്കുന്നു എന്നുള്ളതാ. നമുക്ക് കർത്താവിന്റെ സന്നിധി വരാൻ സമയമില്ലെന്നുള്ളതാ. കാരണം അവിടെ ഹി ഈസ് ദി കോൺസ്റ്റന്റ്, ഹി ഈസ് ദ സോഴ്സ് ഓഫ് അവർ ഗ്രേസ്. The more we are connected to him, the more grace is poured into our life. കർത്താവിനോട് കൂടെ പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ അത്രയും കൃപ നമ്മളിലേക്ക് പകർന്നുകൊണ്ടിരിക്കും. ആ കൃപ എന്നിൽ ഇല്ല എന്ന് തോന്നിയാൽ അതിന്റെ അർത്ഥം കണക്ഷൻ വിട്ടുപോയി എന്നാ. പെട്ടെന്ന് നമുക്ക് ദേഷ്യം ഈ നാളുകളിൽ വരുന്നുണ്ടോ ദൈവമക്കളെ? പെട്ടെന്ന് അപ്സെറ്റ് ആവുന്നുണ്ടോ നമ്മള്? ഭയം വരുന്നുണ്ടോ നമ്മളിലേക്ക്? പ്രതികൂലങ്ങളെ കുറിച്ചുള്ള പേടി. കൃപ നിറഞ്ഞ ഒരു വ്യക്തിക്ക് ആ പേടിയുടെ ആവശ്യമില്ല. കാരണം കർത്താവാണ് എന്നെ പൊതിഞ്ഞിരിക്കുന്നത്. Whether I live or die tomorrow, it doesn't matter to me. If I die, I will be with the Lord. If I live, I will serve the Lord here. പൗലോസ് പറഞ്ഞതുപോലെ നമ്മൾ ഈ ലോകത്തിൽ ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ല. കർത്താവ് എന്തെങ്കിലും തന്നെങ്കിൽ അത് സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് അനുഭവിക്കുന്നു. കർത്താവ് തിരിച്ചെടുത്താൽ it is his will, it is his choice. നമ്മൾ ശ്രദ്ധിക്കേണ്ട വഴികളാണ് ഇത് ദൈവമക്കളെ. സഹോദരങ്ങളെ, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വഴികളാണ്. കഴിഞ്ഞ നാളുകളിൽ കർത്താവിനെ സേവിക്കുവാനുള്ള വഴികൾ അന്വേഷിച്ച് നടക്കുമായിരുന്നു. പക്ഷെ ഈ നാളുകളിൽ ആ താല്പര്യമൊക്കെ പോയി. ഇതൊക്കെ നമ്മളെ കാണിക്കുന്നത് എന്തെന്നറിയാമോ? എവിടെയോ എങ്ങനെയോ എന്തോ something has happened between us and God. ലോകത്തിലേക്ക് വീണു പോകരുത്. ലോകത്തിലുള്ളതിനെ കണ്ട് മോഹിക്കരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. മോഹം കടന്നു വരുന്നെങ്കിൽ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വീണു പറയുക, കർത്താവേ, മോഹം എന്നിലേക്ക് വരുന്നു. ചില വിഷയങ്ങളിൽ ഹല്ലേലൂയ ഞാൻ ടെൻഡഡ് ആയിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, ഐ ഡോണ്ട് തിങ്ക് ഐ ആം സ്ട്രോങ്. പ്ലീസ് pour thy grace upon to my life. കർത്താവേ, അങ്ങയുടെ കൃപ എന്നിലേക്കൊന്ന് പകർന്നേ. അങ്ങനെ ഒന്ന് ബലപ്പെടുത്തി. അങ്ങയുടെ വാഗ്ദത്തമാണ്, അങ്ങയുടെ വാഗ്ദത്തമാണ്, അങ്ങയുടെ കൃപ തന്നെ എന്നെ നിർത്തുമെന്നുള്ളത്. ഈ ദിവസങ്ങളിൽ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ മറന്നു പോകരുത്. വളരെ ശക്തമായ ഭാഷയിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം എഴുതി വെക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ ദൈവദാസൻ പൗലോസ് തീമോത്തിയോസിന് എഴുതുകയാണ്. തീമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കിയേ. 6:10 ഒരു റൂട്ട് റീസൺ എഴുതി വെച്ചിട്ടുണ്ട്. റൂട്ട് റീസൺ അവിടെ എഴുതിയേക്ക് നോക്കിയേ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ, ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ദ്രവ്യാഗ്രഹം. ദ്രവ്യാഗ്രഹം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം വരും. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന വാക്യം നോക്കിയേ. For the love of money is the root of all evil, which while some coveted after, they have erred from the faith and pierced themselves through with many sorrows. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ. ഈ ആരോഗ്യമുള്ള സമയത്ത്, കൂട്ടുകാരുള്ള സമയത്ത്, സമ്പത്തുള്ള സമയത്ത്, ബലമുള്ള സമയത്ത് ഈ ക്ഷീണമൊന്നും നമുക്ക് തോന്നത്തില്ല. എന്നാൽ കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പോൾ, മരണത്തോടടുക്കുന്ന സമയം, ഒരു ഭയം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. കർത്താവിന്റെ സന്നിധി കണക്ക് കൊടുക്കേണ്ട നാൾ അടുത്തു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം വിറയ്ക്കും. അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വേസ്റ്റ് ചെയ്ത നാളുകളെ ഓർത്ത്. ഹല്ലേലൂയ. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം എനിക്ക് തന്നു. അനേക വർഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നു. അനേക തവണ, ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, പല തവണ ഞങ്ങളുടെ വചനത്തിലൂടെ എനിക്ക് വാണിങ്ങുകൾ തന്നു. എന്നാൽ അതിനെയൊക്കെയും ഞാൻ അവഗണിച്ചു. ഇന്നിതാ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ ഫിനിഷിംഗ് ടൈം. അവസാനം അടുത്തു വന്നിരിക്കുന്ന കർത്താവെ, ഇനി എനിക്ക് എഴുന്നേറ്റ് പോയി വേല ചെയ്യുവാൻ സമയമില്ല, ആരോഗ്യമില്ല, അവസരങ്ങളില്ല, സാഹചര്യങ്ങളില്ല. ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ
എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ലോകത്തിൽ എത്ര ബലവാനായിരിക്കുന്നവനും ദൈവസന്നിധിയിൽ വിറയ്ക്കും. ആ അനുഭവം നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ഹല്ലേലൂയ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. സമയം വളരെ മുന്നോട്ട് പോകുന്നല്ലോ. ആ രണ്ടാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. രണ്ടാമത്തെ വാക്യത്തില് 2 തീമോത്തി 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. ഇവിടെ മർക്കോസ് ഒരുത്തൻ പോയി. ആരാ? ദേമാസ്. അവന് പകരമായിട്ട് മറ്റൊരാളെ കൂട്ടിക്കൊണ്ടുവരാൻ. ആരാ? മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരിക. ഈ മർക്കോസ് ആരാ നമുക്കറിയാമല്ലോ. ഈ മർക്കോസ് ഒരിക്കൽ പൗലോസിനെ വിട്ടുപോയവന്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പംഫുല്യ എന്ന ദേശത്ത് വെച്ച് യോഹന്നാൻ ഞങ്ങളെ വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. യോഹന്നാൻ എന്ന ഇവിടെ ഈ മർക്കോസ് എന്ന് പറയുന്ന മർക്കോസ് ആണ്. ഗോസ്പൽ ഓഫ് മാർക്ക് എഴുതിയ മാർക്കാണിത്, ജോൺ മാർക്ക്. ഈ മർക്കോസിന് വേറൊരു പേരുണ്ട്, യോഹന്നാൻ എന്നും പേരുണ്ട്. അത് എവിടെ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ആദ്യമായി ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാം. ജസ്റ്റ് ഒന്ന് വാക്യം കാണിച്ച് എനിക്കൊരു കാര്യം പറയുന്നതിന് വേണ്ടിയാ. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ഒന്ന് വന്നിട്ട്, അപ്പോസ്തല പ്രവൃത്തിയുടെ 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നോക്കിയേ. ഈ മർക്കോസിനെ പരിചയപ്പെടുന്ന സന്ദർഭം അത്. പൗലോസും കൂടെയുള്ളവരും പഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യാദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ട് പിരിഞ്ഞു യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അപ്പൊ യോഹന്നാൻ അവിടെ നമ്മൾ കണ്ടു, അവരെ വിട്ട് പിരിഞ്ഞു. 2 പേജൂടെ മാറ്റിയാൽ 15-ാമത്തെ അധ്യായം നിർത്തി. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തില് 36-ാമത്തെ വാക്യം, അല്ല 35-ാമത്തെ വാക്യം മുതൽ. ആക്ട്സ് ചാപ്റ്റർ 15 വേഴ്സ് 35. കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട് നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെയിരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്ന യോഹന്നാനെയും, മനസ്സിലായല്ലോ, മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. പൗലോസോ പംഫുല്യയിൽ വെച്ച് തങ്ങളെ വിട്ടു പ്രവർത്തിക്കു വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ്ദ്വീപിലേക്ക് പോയി. പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്ത് സഹോദരന്മാരാൽ കർത്താവിന്റെ കൃപയിൽ വരമേൽപ്പിക്കപ്പെട്ട് യാത്ര പുറപ്പെട്ട് സുറിയ, കിലിക്യ ദേശങ്ങൾ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോകുന്നു. അപ്പൊ 2 ദൈവദാസന്മാര് തമ്മിൽ ഭിന്നതയ്ക്ക് കാരണക്കാരനായി തീർന്നവനായി ഈ മർക്കോസ്. മർക്കോസ് മൂലമാണ് ബർന്നബാസും പൗലോസും രണ്ടും രണ്ടായിട്ട് തീർന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വായിക്കുമ്പോൾ മർക്കോസിന്റെ തുടക്കം തന്നെ മോശമായിരുന്നു. അവിടെ ദേമാസിന്റെ തുടക്കം നല്ലതായിരുന്നു, ഒടുക്കം മോശമായി പോയി. ഇവിടെ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ മർക്കോസിന്റെ തുടക്കം മോശമായി പോയി. ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയവൻ പകുതി വഴി വെച്ച് കഷ്ടതയും പ്രയാസങ്ങളും ഒക്കെ കണ്ടപ്പോൾ മടങ്ങി യെരുശലേമിലേക്ക് പോയി. എന്നാൽ ഈ വചനത്തിൽ 2 തീമോത്തി 4:11 പറയുന്നു, അവൻ ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. പൗലോസ് അനേക വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിന്റെ അവസാന സമയത്ത്, ഹല്ലേലൂയ സ്തോത്രം, മർക്കോസിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അവൻ പഴയ പോലല്ല. ഹല്ലേലൂയ, അവൻ മടങ്ങി ദൈവസന്നിധിയിലേക്ക് വന്നു. ഇന്ന് അവൻ ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ഹല്ലേലൂയ സ്തോത്രം, നന്നായി തുടങ്ങിയ പലരും അവസാനം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഒരു യോഗ്യതയും ഇല്ലെന്ന് പറഞ്ഞ് നാം മാറ്റി നിർത്തുന്ന പലരും, പ്രൈസ് ദി ലോർഡ്, ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവരായി ദൈവസന്നിധിയിൽ എണ്ണപ്പെടുന്ന ഒരു കാലമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗാഡ്. കർത്താവ് പറഞ്ഞു, മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. ദ ഫസ്റ്റ് ഷാൽ ബിക്കം ദ ലാസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ഷാൽ ബിക്കം ദ ഫസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അനേകരെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ യോഗ്യതയില്ലെന്ന് പറയുന്നവർ, ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയില്ലെന്ന് പറയുന്നവർ, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ അത്രയുമൊന്നും പരിജ്ഞാനമില്ലെന്ന് പറയുന്നവർ, നമ്മളെ പോലെ തന്നെ വിവാസിറ്റി ഇല്ലെന്ന് പറയുന്നവരൊക്കെയും പ്രൈസ് ഗാഡ് കർത്താവിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടും. വേറാസ് നമ്മളിൽ നമ്മളിൽ ചിലര് നഷ്ടപ്പെട്ടു പോയേക്കാൻ സാധ്യതയുണ്ട്. അതാ ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. ദീമാസിന്റെ തുടക്കം നന്നായിരുന്നു, ഒടുക്കം തീർന്നു മോശമായി പോയി.
എന്നാൽ മർക്കോസിന്റെ തുടക്കം മോശമായി പോയി, പക്ഷെ അവന്റെ ഒടുക്കം നന്നായിരുന്നു. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു വലിയ പാഠം ഇവിടെ നമ്മൾ പഠിക്കുക. We cannot go back and change our beginning, but we can change our end. Remember this all the time. I cannot go back and change my beginning, but I can do one thing. I can change my end, provided I trust in the Lord completely. I submit my life at the feet of the Lord completely, and seeking grace every moment of my life. My end will be changed. ഞാൻ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനായി തീരും. ഹല്ലേലൂയ, സ്തോത്രം, മറന്നു പോകരുത്. ആമേൻ, ഹല്ലേലൂയ. തീമോഥെയോസിനോട് ലേഖനം എഴുതുമ്പോൾ പൗലോസ് തന്റെ സ്വന്തം ജീവിതത്തിലെ സാക്ഷ്യം ആ 1-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് തീമോത്തി 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നോക്കിയേ. 1 തീമോത്തി 1:13 പറയുന്നു, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നുവെങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. അതിന് മുകളിലത്തെ വാക്യം എഴുതിയിരിക്കുന്നു, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ശ്രേഷ്ഠനായ ഒരു അപ്പോസ്തലന്റെ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ നിഷ്ഠൂരനായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ ഉപദ്രവിയായിരുന്നു, ഞാൻ ദൂഷകനായിരുന്നു. ഐ വാസ് എ ബ്ലാസ്ഫമർ ഓഫ് ഗാഡ്. പക്ഷേ അറിവില്ലായ്മയിൽ അവിശ്വാസത്തിൽ ഞാനത് ചെയ്തത് കൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. എന്താ അവിശ്വാസത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അർത്ഥം, വലിയൊരു മെസ്സേജാണ് അത്. പ്രൈസ് ഗോഡ്. ഞാൻ ചുരുക്കത്തിൽ ഇത് പറയട്ടെ. അവിശ്വാസത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാല് when he was doing it, he was not doing it in the light of God, light of the Holy Spirit. എന്തുകൊണ്ടാണ് സഭയെ അവൻ ഉപദ്രവിച്ചത്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഉപദ്രവിച്ചതല്ലേ? യഹൂദ മതത്തിനെതിരായി പുതിയതായി വരുന്ന ഈ മതം എന്ന് പറയുന്നത് ദൈവഹിതത്തിനെതിരായി വരുന്നതാ. ദൈവത്തിന്റെ ശത്രുക്കളെയാണ് ഞാൻ കൊല്ലുന്നത് എന്നുള്ള ചിന്തയാണ് പൗലോസിനെ, ശൗലിനെ അന്ന് ഭരിച്ചത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ മുഴുവൻ അവൻ കൊന്നൊടുക്കിയത്. അവൻ കൊന്നൊടുക്കുമ്പോൾ അവന്റെ ഹൃദയത്തിലെ ചിന്ത ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. അവൻ ഇരുട്ടിലാ ചെയ്തുകൊണ്ടിരുന്നത്, ഇഗ്നോറൻസിലാ ചെയ്തുകൊണ്ടിരുന്നത്. അവൻ ചെയ്തുകൊണ്ടിരുന്നത് ഒന്നും പരിശുദ്ധാത്മാവിന്റെ ലൈറ്റിലല്ല ചെയ്തത്. അതുകൊണ്ട് അറിവില്ലായ്മയിൽ അവൻ ചെയ്തത്, വിശ്വാസത്താൽ അല്ല അവൻ അത് ചെയ്തത്. നോട്ട് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലോർഡ്, നോട്ട് ഓൺ ദി കൗൺസിൽ ഓഫ് ഗോഡ്. ദൈവം അവനോട് കൽപ്പിച്ചിട്ടല്ല ചെയ്തത്. തന്റെ സ്വബുദ്ധിയിൽ, തന്റെ ജഡത്തിന്റെ പ്രവൃത്തിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചെയ്തതാണ്. പക്ഷെ അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, അത് ഞാൻ അറിവില്ലായ്മയാൽ ചെയ്തത് കൊണ്ട് ദൈവം എന്നോട് ക്ഷമിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ അറിവില്ലായ്മയിൽ നാം എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കും. പക്ഷെ അറിഞ്ഞുകൊണ്ട് നാം ചെയ്യുന്ന തെറ്റുകൾ അത് റിബല്യനാണ്, അത് മത്സരമാണ് ദൈവത്തോട്. മറന്നു പോകരുത്. ഹല്ലേലൂയ. ഒരു മനോഹര വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. അത് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രോവർബ്സില് സദൃശ്യവാക്യങ്ങൾ 8:34 ഒരു വാക്യമുണ്ട്, മനോഹരമായ ഒരു വാക്യം. ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിച്ചു, എന്റെ വാതിൽ കട്ടിളയ്ക്കൽ കാത്തും കൊണ്ട് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Blessed is the man who listens to me, watching daily at my gates, waiting at my doorsteps. എത്ര അനുഗ്രഹമാണ്. ആരാ ബ്ലെസ്ഡ്? കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുക, ആരാ ബ്ലെസ്ഡ്? Blessed is the man who listens to me. ഞാൻ പറയുന്നത് കേൾക്കുന്നവനാണ്. അതെങ്ങനെ ഉള്ളവർക്ക് അത് കേൾക്കാൻ പറ്റുന്നതെന്ന് അറിയാമോ? വാച്ചിങ് ഡെയിലി അറ്റ് മൈ ഗേറ്റ്. എന്റെ ഗേറ്റിന്റെ മുമ്പിൽ എപ്പോഴും കാത്തിരിക്കുന്നവൻ. വെയിറ്റിംഗ് അറ്റ് മൈ ഡോർ സ്റ്റെപ്പ്. ഞാൻ വരുന്നുണ്ടോ എന്ന് നോക്കി എന്റെ വാതുക്കൽ കാത്തുകിടക്കുന്നവൻ. എന്റെ ഗേറ്റിൽ അതാരാ? അങ്ങനെയുള്ളവര് നമ്മുടെ വാതുക്കലൊക്കെ കാത്തിരിക്കുന്ന ആരാ? നമുക്കറിയാമല്ലോ. നാട്ടിൽ പോയാൽ യാചകരെ കാണാൻ പറ്റും. അവരാ വാതുക്കൽ കാത്തിരിക്കുന്നത്, അല്ലെ ഗേറ്റിൽ കാത്തിരിക്കുന്നത്, നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ അതുപോലെ താണിട്ടുള്ളവര്, സെർവൻസ്. ഈ വലിയ വലിയ സെലിബ്രിറ്റീസും വലിയ വലിയ നേതാക്കന്മാരൊക്കെ പോകുമ്പോൾ അവരുടെ കാറ് തുറന്നു കൊടുക്കാൻ നിൽക്കുന്നത് ആരാ? വലിയ സ്ഥാനമാനങ്ങളുള്ളവരൊന്നും അല്ലായിരിക്കാം. അതിന് സെക്യൂരിറ്റിയോ അല്ലെ ഡ്രൈവേഴ്സോ. ഇവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തോന്നറിയാമോ? എന്റെ ശബ്ദം കേൾക്കുവാൻ ആർക്ക് കഴിയുമെന്നറിയാമോ? എന്റെ മുമ്പിൽ ആവശ്യക്കാരനെ പോലെ കൈ നീട്ടിക്കൊണ്ട് എപ്പോഴും കാത്തിരിക്കുന്നവൻ. കർത്താവേ, അങ്ങ് അരുളി ചെയ്യണമേ. എന്റെ ബുദ്ധി കൊണ്ട് ചെയ്യുന്നതല്ല,
ബുദ്ധി കൊണ്ട് ചെയ്യുന്നതല്ല. പൗലോസ് ചെയ്തതുപോലെ അബദ്ധങ്ങൾ ചെയ്തു പോകും. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവമക്കളെ തന്നെ കൊല്ലും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ നാളുകളിൽ ലോകത്തെ സ്നേഹിക്കാതിരിക്കണമെങ്കിൽ, ദീമാസിനെ പോലെ വീഴാതിരിക്കണമെങ്കിൽ, അനുദിനം അനുനിമിഷം കർത്താവിന്റെ വാതുക്കൽ കാത്തു നിൽക്കുന്നവനും, ഹല്ലേലൂയ സ്തോത്രം, അവന്റെ വാക്ക് കേട്ടനുസരിക്കുന്നവനും, അവന്റെ പടിവാതുക്കൽ ജാഗരിക്കുന്നവനുമായിട്ടിരിക്കാം. എപ്പോഴും കർത്താവെ സംസാരിച്ചാൽ, ഇടപെട്ടാട് കർത്താവെ, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയോ കർത്താവെ, ഞാൻ അങ്ങനെ ചിന്തിച്ചത് തെറ്റായിപ്പോയോ കർത്താവെ, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റുണ്ടോ കർത്താവെ, അവിടുത്തെ പടിവാതിക്കൽ ജാഗരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, അവിടുത്തെ കട്ടിളവാതിക്കൽ കാത്തിരിക്കുന്നെങ്കിൽ, അങ്ങയുടെ അവിടുത്തെ ശബ്ദം നാം കേട്ടിരിക്കുന്നെങ്കിൽ, ദൈവമക്കളെ, നാം തെറ്റിപ്പോകാൻ ഒരിക്കലും ഇടയാവത്തില്ല. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ്. ദ റിലേഷൻഷിപ്പ് ഈസ് കൺസിസ്റ്റന്റ് ബിഫോർ ഗാഡ്. സ്ഥിരമായി നിൽക്കുന്ന റിലേഷൻഷിപ്പ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തില് 30 ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണെന്നറിയാം. യഹോവയെ കാത്തിരിക്കുന്നവർ. ഇപ്പൊ നമ്മള് പ്രൊവർബ്സ് വായിച്ചു കേട്ടല്ലോ, കാത്തിരിക്കുന്നവർ. The one who is waiting for the Lord at his gate. അവരാണ് കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരുന്നത്. ഈ കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിക്ക് ദൈവജനത്തോട് ഞാൻ പറയാനിടയുണ്ടായി, ഈ ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എത്ര കിലോയെന്നറിയാമോ? 710 ടണ്ണ്. അതായത് ഏതാണ്ട് 7 ലക്ഷം കിലോ വരും. 7 ലക്ഷം കിലോ വരുന്ന ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് ആകാശത്തിലൂടെ പറക്കുകയാണെങ്കിൽ, ഒരു 50 ഗ്രാം ഉള്ള ഒരു കല്ല് നമ്മൾ മേളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ, 50 ഗ്രാം, ജസ്റ്റ് 5 ഗ്രാമേ ഉള്ളെന്ന് പറഞ്ഞാലും ആ കല്ല് മേളിലോട്ട് എറിഞ്ഞാൽ അത് താഴെ വീഴും, അല്ലേ? ബിക്കോസ് ഓഫ് ദി ലോ ഓഫ് ഗ്രാവിറ്റി, അല്ലേ? 7 ലക്ഷം കിലോ ഉള്ള ഫ്ലൈറ്റ് എങ്ങനെ അതിലെ കൂടെ പറക്കുന്നത്? അല്ലെ 10 കിലോ ഉള്ള ഒരു വലിയ ബേർഡ്, ഒരു കഴുകൻ എങ്ങനെയാ പറന്ന് ഇത്രയും ഉയരത്തിലൂടെ പോകുന്നത്? ബിക്കോസ് there is a life working in it. There is another theory working in it. ഫ്ലൈറ്റിനകത്ത് വർക്ക് ചെയ്യുന്ന വേറൊരു തിയറി ഉണ്ട്. That theory is called aerodynamic, theory of aerodynamic or law of aerodynamic. കാരണം ഗുരുത്വാകർഷണ ബലത്തെ, ഗ്രാവിറ്റിയെ അതിജീവിക്കാൻ കഴിയുന്ന മറ്റൊരു ശക്തി, ആ ശക്തിക്ക് മാത്രമേ ഗ്രാവിറ്റിക്കെതിരെ കൊണ്ടുപോകാൻ കൊണ്ട് നമ്മളെ കഴിയത്തുള്ളൂ. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഈ പറക്കുന്ന ഫ്ലൈറ്റിന്റെ എഞ്ചിൻ ഓഫ് ആയി കഴിഞ്ഞാൽ എന്തോ പറ്റും? ആ ശക്തി ഇല്ലാതായാൽ അത് നേരെ താഴേക്ക് വീഴും. പറന്നു പോകുന്ന ബേർഡിന്റെ ജീവൻ ഇല്ലാതായി കഴിഞ്ഞാൽ, ഡെഡ് ആയി കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി താഴെ വീഴും. The minute we lose our life, we will be pulled down by the law of sin. ഈ ലോകത്തിലെ പാപത്തിന്റെ ശക്തി, ലോകത്തിന്റെ മോഹത്തിന്റെ ശക്തി നമ്മളെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യേശുവിനെ വലിച്ചതാവൻ, പൗലോസിനെ വലിച്ചതാവൻ, ശിഷ്യന്മാരെ ഒക്കെ വലിച്ചതാണവൻ. അവരാരും വീണില്ല. കാരണം അവരിൽ ഒരു ശക്തി വ്യാപരിച്ചു. The law of the spirit of Christ. Hallelujah. To overcome the law of the gravity of sin. Praise God. പക്ഷേ ദേമാസ് വീണുപോയി. കാരണം അവനില് ലോ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ഇല്ലാതെ പോയി. അതുകൊണ്ട് അവൻ താഴെ വീണത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ നാളുകളിൽ നിറയാം. ലോകത്തെ ജയിക്കുവാൻ, നമ്മളെ ഹല്ലേലൂയ വലിച്ചു താഴേക്ക് കൊണ്ടുപോകുന്ന പാപബന്ധനങ്ങളെ ജയിക്കുവാൻ, ക്രിസ്തുവിൽ നമ്മളെ അകറ്റുന്നതായ സകലത്തെയും ജയിക്കുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ നമുക്ക് കൃപ തരട്ടെ. അവിടുത്തെ പടിവാതിക്കൽ ജാഗരിച്ചും, അവിടുത്തെ വാതിൽ കട്ടളയ്ക്കൽ ഹല്ലേലൂയ കാത്തും കിടന്നുകൊണ്ട് അവിടുത്തെ ശബ്ദം കേട്ട് നമുക്ക് അനുസരിക്കാം. കർത്താവെ അരുളി ചെയ്യണമേ, കർത്താവെ അരുളി ചെയ്യണമേ. Speak to me, O Lord, speak to me, O Lord, until I die, until I breathe my last in this world. Lord, be with me. I need your grace. ഈ ലോകത്തിൽ അറിയപ്പെടുന്നവനായിട്ട് എനിക്ക് തീരണ്ട. മുമ്പേ കേട്ടല്ലോ, ലോകത്തിൽ അറിയപ്പെട്ടവരുടെ അവസാനം എങ്ങനെയായി പോയെന്ന്. No, I don't want anyone to know about me, but I want to be with you, O Lord. I want to finish this race. ഈ ഓട്ടം എനിക്ക് ഓടി തികയ്ക്കണം. ഹല്ലേലൂയ സ്തോത്രം. ധൈര്യത്തോടെ അങ്ങ് എനിക്ക് അഭിമുഖീകരിക്കുവാനായിട്ട് കഴിയണം. പ്രൈസ് ഗോഡ്. ധൈര്യത്തോടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് കഴിയണം കർത്താവേ. പൗലോസ് പറഞ്ഞു, കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് എനിക്ക് വിഷമമില്ല. ഞാൻ ദൂഷകനായിരുന്നു, ഞാൻ വഞ്ചകനായിരുന്നു, ഞാൻ ഹല്ലേലൂയ ഉപദ്രവകാരിയായിരുന്നു. പക്ഷേ അതെന്റെ അറിവില്ലായ്മയിൽ ഞാൻ ചെയ്തു. ഇന്ന് പൗലോസിന് ധൈര്യമുണ്ട് കർത്താവിനെ അഭിമുഖീകരിക്കാൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കർത്താവ് നമ്മളോട് ചോദിക്കില്ല. ഫ്രം നൗ ഓൺ ഗോയിങ് ഫോർവേഡ് എങ്ങനെ നാം പ്രതികരിക്കുന്നു, കർത്താവ് അതാ ശ്രദ്ധിക്കുന്നത്. നമുക്ക് നമ്മുടെ കണ്ണുകളെ കർത്താവിന്റെ സന്നിധിയിൽ
그렇게.